1000-ൽ കൂടുതൽ ആളുകളാണ് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കമ്പനിയിൽ പണം നിക്ഷേപിച്ചിട്ടുള്ളത്. എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത്? മാത്രമല്ല, സാധാരണ അറിയാം, കേരളത്തിൽ 100-110 കമ്പനീസ് ഇതുപോലെ ട്രേഡിംഗ് കമ്പനികൾ വരുന്നുണ്ട്. എന്താ പറയുക, ഒരുപാട് ഒരു സുപ്രഭാതത്തിൽ ഇതിലൊക്കെ കമ്പനി പൂട്ടി പോകുന്നുണ്ട്. നമ്മളെ കമ്പനി പൊട്ടിയിട്ടും നമ്മൾ പറയുന്നുണ്ട് നമ്മളെ ഫണ്ട് നമ്മൾ തരും, നമുക്കൊരു സാവകാശം തരണം. 1 ലക്ഷത്തിന് 4.5 മാസത്തിൽ നിങ്ങൾ 2 ലക്ഷം നൽകുന്നു. 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ 4.5 മാസത്തിൽ നിങ്ങൾ 2.5 കോടി രൂപ നൽകും. എവിടെ നിന്ന്, എങ്ങനെ, എന്ത് ബിസിനസ് ചെയ്തിട്ടാണ് നിങ്ങൾ പണം നൽകുന്നത്? അതെന്ന് വെച്ചാൽ പബ്ലിക്കിന് ഒരു തെറ്റിദ്ധാരണയുണ്ട്, മൊത്തം പണവും എൻ്റെ കയ്യിലാണ്, ഞാൻ അവരെ പറ്റിച്ചു. ഇവിടുത്തെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പാലിച്ചിട്ടുണ്ടോ? ഇല്ല, നിങ്ങൾ പാലിച്ചിട്ടില്ല. എന്നെയോ എൻ്റെ വീട്ടുകാരോ ബുദ്ധിമുട്ടിക്കാതെ എനിക്കൊരു സാവകാശം തന്ന ഞാൻ ഈ കടം വീടുന്നു. ഇത് നിങ്ങളോട് ഞാൻ സത്യം പറയാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്കിതിലാരും ചതിക്കണമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ചതിക്കുകയാണെങ്കിൽ എനിക്ക് ഈ പണം കൊണ്ട് എന്നെ നാടുവിടായിരുന്നു. മനീഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് പണം തരാനുണ്ട്, അയാൾ നിങ്ങളെ ചതിച്ചു, ഓക്കെ. പക്ഷെ നിങ്ങൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഉത്തരവാദികൾ തന്നെയാണ്. മൊറീസ് കോയിൻ തട്ടിപ്പ് നമ്മൾ കേട്ടതാണ്. സമാനമായ തട്ടിപ്പ് കാസർഗോഡ് നടന്നു എന്ന് തന്നെ ഞങ്ങൾ പറയും. മൊറീസ് കോയിൻ തട്ടിപ്പിൽ ഇരയാക്കപ്പെട്ടവർ ഇപ്പോൾ വേവലാതിപ്പെടുകയാണ്. ആദ്യഘട്ടം മൊറീസിൽ പണം നിക്ഷേപിച്ച ആളുകൾക്ക് ഇരട്ടിയിലധികം തുക ലാഭമായി ലഭിച്ചപ്പോൾ അവർ പലരോടും ഇതിനെക്കുറിച്ച് വിളിച്ചു പറഞ്ഞു. അത് കേട്ടെത്തിയവർ അതിലേക്ക് വീണ്ടും പണം നിക്ഷേപിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം നിക്ഷേപിച്ച ആളുകൾക്ക് നഷ്ടപ്പെട്ടത് ലക്ഷങ്ങളാണ്, ചില ആളുകൾക്ക് കോടികളാണ്. എന്നാൽ മൊറീസ് കോയിനിൻ്റെ അണിയറ ഭാരവാഹികൾ നിലവിൽ നാട്ടിലില്ല എന്ന് മാത്രമല്ല, ഒളിവിലാണ്. അവർ നിക്ഷേപകർക്ക് ഒരു ഉറപ്പ് നൽകിയിരുന്നു, ഇനി എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ ക്യാപിറ്റൽ എമൗണ്ട് മുതൽ ഞങ്ങൾ തിരിച്ചു നൽകും എന്ന്. സമാനമായ ഉറപ്പാണ് നിങ്ങളുടെ നേതൃത്വത്തിലുള്ള, അതായത് S9 എന്ന് പറയുന്ന കമ്പനി ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഈ ഉറപ്പ് പാലിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ പറയും. ചില ആളുകൾക്ക് നിങ്ങൾ ഇരട്ടിയിലധികം ലാഭം കൊടുത്തിട്ടുണ്ടാകും, പക്ഷേ ഇന്നും ലാഭം പോലും കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. 1000-ൽ കൂടുതൽ ആളുകളാണ് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കമ്പനിയിൽ പണം നിക്ഷേപിച്ചിട്ടുള്ളത്. എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത്? അതായത് 1 ലക്ഷത്തിന് 4.5 മാസത്തിൽ നിങ്ങൾ 2.5 ലക്ഷം നൽകുന്നു. 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ 4.5 മാസത്തിൽ നിങ്ങൾ 2.5 കോടി രൂപ നൽകും. എവിടെ നിന്ന്, എങ്ങനെ, എന്ത് ബിസിനസ് ചെയ്തിട്ടാണ് നിങ്ങൾ പണം നൽകുന്നത്? ഒന്ന് വ്യക്തമായി ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. കഥ ഞാൻ പറയുന്നത് കേൾക്കണം. അതായത് നമ്മൾ ആദ്യം മുതലേ ഇത് ട്രേഡിംഗ് ആണ്. അതായത് നമ്മളൊരു ട്രേഡറെ കൊണ്ട് ഗ്ലാസ് എടുത്ത് പബ്ലിക്കിന് മുമ്പിൽ അനൗൺസ് ചെയ്ത് കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്രിപ്റ്റോ പോലുള്ള ഒരു കറൻസിയാണ്. കാരണം നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്ന് എല്ലാവർക്കും അറിയാം, ഖാദറിനും അറിയാം, ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ഒരു കറൻസിക്ക് 6 ലക്ഷമായിരുന്നു വില. ഇന്നത്തെ അതിൻ്റെ മാർക്കറ്റ് റേറ്റ് 25 ലക്ഷമാണ്. അതായത് ഒരു 6 മന്ത് കൊണ്ട് അതിൻ്റെ വില കൂടി ശരിയാണ്, സമ്മതിക്കുന്നു. അതുപോലെയുള്ള എല്ലാ കറൻസിയും നിങ്ങൾക്ക് മാർക്കറ്റിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവുന്ന ഒരു കഥയാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം പബ്ലിക്കിന്, ഇപ്പോൾ ഖാദറിൻ്റെ ഞാനൊരു 5 ലക്ഷം വാങ്ങിയാൽ അത് നമ്മൾ ട്രേഡിങ്ങിൽ നിക്ഷേപിക്കും. അതുപോലെ പബ്ലിക് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഈ S9 ഭാഗമായിട്ടുള്ള ആളാണോ ചെയ്യുന്നത്? അതെ, ട്രേഡിംഗ് നമ്മൾ കമ്പനിയിലൊരു വർക്കിംഗ് പാർട്ട്ണറും കൂടിയാണ്, പിന്നെ നമ്മളെ കമ്പനിയിലെ മെയിൻ ട്രേഡറാണ്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നിങ്ങളുടെ കമ്പനിയിലേക്ക് ആസ് എ പേഴ്സൺ ഖാദർ കരിപ്പൊടി 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ 1 ലക്ഷം രൂപയിൽ നിങ്ങൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? ട്രേഡിംഗ്. നമുക്ക് കറൻസി ഇതുപോലുള്ള ബിറ്റ് കോയിൻ പോലുള്ള കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യും നിങ്ങളെ ഫണ്ട്. ഓക്കെ, അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ സെപ്പറേറ്റ് കൊടുത്തതാണോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യാനോ? അല്ല, നമ്മളെ ട്രേഡറായ മനീഷ് കുമാർ എന്ന വ്യക്തി ട്രേഡിംഗ് ചെയ്യുന്നല്ല. ഓക്കെ, പിന്നെ അങ്ങനെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം ലഭിക്കേണ്ടതാണല്ലോ. അതെ, അതാ പറഞ്ഞു വരുന്നത്. നമ്മൾ ആദ്യം ഫണ്ട് കളക്ട് ചെയ്ത്, അതായത് ഇന്നൊരു ദിവസം, ഇന്നിപ്പോൾ എന്താ പറയുക, ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് ഞാൻ ഖാദറിൻ്റെ ഒരു 5 ലക്ഷം, അതുപോലെ വേറെ ഒരു കുറച്ച് പാർട്ടീസിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുന്നു, ഒരു 20 lakhs ആയി. അത് നമ്മൾ പബ്ലിക്കിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം മനീഷ് കുമാറിൻ്റെ ട്രേഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതായത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി 20 ലക്ഷം രൂപ വന്നു കഴിഞ്ഞാൽ ആ 20 ലക്ഷം രൂപ നിങ്ങൾ ഈ ട്രേഡറായ മനീഷിന്റെ കയ്യിൽ കൊടുക്കും. അതുപോലെ ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് എത്ര തരും അയാൾ? 4%.
അതായത് 4,000 രൂപ തരും. 4,000 രൂപ തരും നമുക്ക്. അതായത് 1 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 ലക്ഷം രൂപ ദിവസം തരും. ഓക്കെ. അങ്ങനെ അത് മുഖാന്തരം നമ്മൾ ആദ്യം കളക്ട് ചെയ്ത ഫണ്ടെന്ന്, അതായത് പബ്ലിക്കിൽ നിന്ന് ആദ്യം കളക്ട് ചെയ്ത 2 കോടിയോളം രൂപ മനീഷ് കുമാർ നമ്മൾ കൊടുത്തു. അപ്പോൾ മനീഷ് കുമാർ പറഞ്ഞു നമുക്ക് ട്രേഡിങ്ങിലുള്ള ഫണ്ട് മതിയായിട്ടുണ്ട്, ഇനി വരുന്ന ഫണ്ട്, അതായത് നെക്സ്റ്റ് ഇനി ഫണ്ട് തരണം. ഇപ്പോൾ ഖാദർ എനിക്ക് 2 കോടിക്ക് ശേഷം അതിലൊരു 5 ലക്ഷം തരികയാണെങ്കിൽ ആ ഫണ്ട് ഞാൻ ഖാദറിന് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് ഉണ്ടാവുമല്ലോ, അതിന് ഞാൻ വീക്കിലി ഒരു 6 തരണം. അപ്പോൾ ഈ ഫണ്ടെന്ന് പബ്ലിക്കിൽ നിന്ന് ഇത് കളക്ട് ചെയ്ത ഫണ്ടെന്ന് തന്നെ പബ്ലിക്കിന് കൊടുക്കാനാണ് അയാൾ നിർദ്ദേശിച്ചത്. അതായത് നിങ്ങളൊരു കാര്യം ചെയ്യും, നിലവിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പണം തന്നെ തിരിച്ചു കൊടുക്കുക. ഇവിടെ കമ്പനിയിൽ നമ്മൾ ആദ്യത്തെ 2 കോടിയെന്ന് 4% വെച്ച്, അതായത് ഒരു ഡേയിൽ 8 ലക്ഷം പോലെ, വീക്കിലി 5, അപ്പോൾ 40 ലക്ഷം നമുക്ക് പ്രോഫിറ്റ് കയറിയിട്ടുണ്ട്. അതിനുള്ള രേഖകളുണ്ട് എൻ്റെ അടുത്ത്, അയാൾ അയച്ചു തന്നത്. അല്ല, നിങ്ങൾ ഈ മനീഷിന് 2 കോടി രൂപ കൊടുത്തു എന്ന് പറയുന്നതിനെ ജനങ്ങൾക്ക് വ്യക്തമാക്കുന്നതിനെ നിങ്ങളുടെ കയ്യിൽ എന്ത്? എൻ്റെ അടുത്ത് മനീഷ് തന്ന എഗ്രിമെന്റും ചെക്കുകളും ഒന്ന് കാണട്ടെ. ഇത് നിങ്ങൾ ഈ പറയുന്ന ട്രേഡറുടെ കയ്യിൽ 2 കോടി കൊടുത്തു. അതെ. ഒരു മിനിറ്റ്, ഇത് പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തരാം, നമുക്ക് നോക്കാം. ഇത് 3 കോടിയാണെന്നല്ലോ കാണിക്കുന്നത്. ഇന്നേ ദിവസം മൊത്തമായി ചെക്ക് മുഖാന്തരം 3 കോടി ബാങ്ക് ട്രാൻസ്ഫർ. ആദ്യം നമ്മൾ 2 കോടി കൊടുത്തപ്പോൾ അതിന്റെ പ്രോഫിറ്റ് എടുക്കുമ്പോൾ അയാൾ നമുക്കൊരു എഗ്രിമെന്റ് തന്നാണ്. കാരണം എന്താ വെച്ചാൽ ആദ്യം നമ്മൾ 2 കോടിക്ക് 1 കോടി രൂപ പ്രോഫിറ്റ് ആയിട്ട് നിങ്ങൾ തന്നതാണോ? അല്ലല്ല, അതായത് 2 കോടി കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു, അതായത് 50 ലാഖും അതുപോലെ വേറൊരു കസ്റ്റമർ 50 ലാഖ് ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ചത്. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളത്. പക്ഷേ ആ 1 കോടി കൊടുത്തില്ല നിങ്ങൾ. ആ 1 കോടി പബ്ലിക്കിന് നമ്മൾ വാങ്ങിച്ചിട്ട് പബ്ലിക്കിന് നമ്മൾ വീക്കിലി പേ ഔട്ട് ആയിട്ട് കൊടുത്തു. ഓക്കെ, അത് കൂട്ടിയിട്ടാണ് 3 കോടി രൂപ. അത് കൂട്ടി. ഇത് ഇയാളുടെ ചെക്കാണോ? അതെ, അയാളുടെ ചെക്കാണ്, ICICI ബാങ്കിന്റെ ചെക്കാണ്. ഈ അക്കൗണ്ടിലാണ് നമ്മൾ ഫണ്ട് നിക്ഷേപിച്ചിരുന്നത് അയാൾക്ക്. ഇപ്പം ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഇയാള് ട്രേഡിങ് ചെയ്തില്ലേ? ആദ്യം ഇയാൾ പറഞ്ഞത് നമ്മൾ ട്രേഡിങ് ചെയ്തു എന്നായിരുന്നു. അത് മുഖാന്തരം അയാൾ നമുക്ക് വീക്കിലി, അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 2 കോടിക്ക് അയാൾ നമുക്ക് വീക്കിലി 40 ലക്ഷം, അതുപോലെ 40 ലക്ഷം നമുക്ക് പ്രോഫിറ്റ് കിട്ടിയെന്ന് അയാൾ നമുക്ക് പ്രൂവ് ചെയ്യിക്കുന്ന ഇതാണ്, അതിൻ്റെ ട്രേഡിങ് ഹിസ്റ്ററിയാണ്. അതും പരിശോധിക്കാം. അതായത് ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിന് ഈ വീക്കിൽ, അതായത് ഈ വീക്കിൽ 40 ലക്ഷം നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക, പബ്ലിക്കിൽ നിന്ന് 40 ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിൽ ആ പബ്ലിക്കിന് തന്നെ അത് തിരിച്ചു കൊടുക്കാൻ. കാരണം ആ 2 കോടിക്ക് പകരം 2 കോടി 40 ലക്ഷം ഇവിടെ ആയിട്ടുണ്ട്. ആ പറഞ്ഞ വിശ്വാസത്തിന് പ്രകാരമാണ് നമ്മൾ 13 കോടിയോളം കളക്ട് ചെയ്തു. അതായത് നിങ്ങൾക്ക് ഇയാൾ ഒരു ഉറപ്പ് നൽകി, എത്ര വേണമെങ്കിലും കളക്ട് ചെയ്തോ, ജനങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ അതേ തുക കൊടുക്കാൻ പറ്റും, അതിന് ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് പറയുന്നു. അതെ. ഈ എഗ്രിമെൻ്റ് അല്ലാതെ ഇയാളെ നിങ്ങൾക്ക് ഈ എഗ്രിമെൻ്റ് ഒരു തെളിവായി അവിടെ കിടക്കട്ടെ, ഇയാളെ നിങ്ങൾക്ക് മുൻപ് അറിയോ? ഇയാളെ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് എങ്ങനെയാണ് ഈ മനീഷ് എന്ന് പറയുന്നത്? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ഡോക്ടർ സുരേഷ് എന്ന് പറഞ്ഞിട്ട്. അയാൾ മുഖാന്തരമാണ് ഞാൻ അയാളെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ഡോക്ടറും ഇവരും കൂടി വന്നിട്ടാണ് എന്നോട് ഈ ഒരു പ്രോജക്റ്റുമായിട്ട് വരുന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു പബ്ലിക്കിന് നമുക്ക് ഇതൊരു ഹെൽപ്പാവും. കാരണം എന്ന് വെച്ചാൽ കൊറോണ കഴിഞ്ഞ സമയമാണ്. അപ്പോൾ ഒരു 25,000 ഇട്ട ആൾക്ക് 62,500 വീക്ക് ഒരു 3-4 മാസം കൊണ്ട് കൊടുക്കാൻ പറ്റുമെന്നാണ് വെച്ചാൽ പബ്ലിക്കിന് ഒരു ഹെൽപ്പാണ് നമ്മളത് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്ന ഹെൽപ്പൊക്കെ ശരിയൊക്കെ തന്നെയാണ്. പക്ഷെ ഇവിടെ ഹെൽപ്പ് നടന്നത്, ഇവിടെ ജനങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടു പോലെ ഷിബിലി. ഇപ്പം നിങ്ങൾക്ക് ഇത് പറയാനൊരു ന്യായീകരണമാണ്. ഓക്കെ, അതായത് നിങ്ങൾ പണം 2 കോടി രൂപ ഇയാളെ കയ്യിൽ കൊടുത്തു, അയാൾ ബിസിനസ് ചെയ്തിട്ട് തരുന്ന ലാഭത്തിൽ നിന്ന് ജനങ്ങൾക്ക് കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് നിങ്ങൾ പറയുന്നു. പറയാനൊരു കാരണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ 13 കോടിയിൽ നിർത്തേണ്ട കാര്യമില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇനിയും ഞാനൊന്ന് കണ്ണടച്ചാൽ ഒരു 6 മാസം കൂടി കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു 50-100 കോടി ആവട്ടെ, അതുമായി എനിക്ക് വല്ല ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി സുഖമായി ജീവിക്കാമായിരുന്നു. എന്നാലും ചീത്തപ്പേര് ഇവിടെ നിൽക്കുമല്ലോ. ചീത്തപ്പേര് പബ്ലിക്കിൻ്റെ നിന്നൊരു ചീത്തപ്പേര് കിട്ടിയെന്ന് വെച്ചിട്ട് എന്താ പറയുക, 50 കോടി 100 കോടി ഉള്ള ഒരാൾക്ക് നാട്ടിലൊരു ചീത്തപ്പേര് കിട്ടി, നമ്മൾ വേറെ നാട്ടിലല്ലേ, അതിലിപ്പോൾ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ നമുക്ക് ജനങ്ങൾ ചീറ്റ് ചെയ്യാതെ നല്ലൊരു കമ്പനിയായി നല്ലൊരു പേരായി നടത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടായത് കൊണ്ടാണ് ഈ കമ്പനി നമ്മളെ എന്താ പറയുക നാട്ടിലെ ആൾക്കാരെ കൂട്ടിയിട്ട് നമ്മളെ ഫാമിലി നെയിമും ഇട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇയാളുടെ സംഘവും അല്ലേ, നിങ്ങളെ കൂടെയുള്ള സംഘവും ഒക്കെ ചേർന്ന് ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് പണം സ്വീകരിച്ച് ആ പണം ട്രേഡിങ്ങിന് കൊടുത്തു എന്നുള്ളതാണ്. ട്രേഡിങ് എല്ലാവരും ചെയ്യാറുണ്ട്, ഷെയർ മാർക്കറ്റ് പോലെ എല്ലാ ആളുകളും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ 2 കോടി രൂപയോളം ട്രേഡിങ് ചെയ്യാൻ ഇവർ
മനീഷ് എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലേൽപ്പിച്ചു. അയാളാണെങ്കിലോ ട്രേഡിംഗ് ചെയ്തില്ല എന്ന് മാത്രമല്ല, അയാളുടെ വ്യക്തിപരമായ നേട്ടത്തിന് ആ പണം ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ആ പണം നിങ്ങൾക്ക് തിരിച്ചു തന്നോ? ആ 2 കോടി രൂപ അത് തിരിച്ചു തന്നായിരുന്നു. പക്ഷേ ആ തിരിച്ചു തരുന്ന സമയത്ത് ഞാൻ പബ്ലിക്കിൽ നിന്ന് 13 കോടിയോളം ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 1.5 കോടിയോളം പബ്ലിക്കിന് പ്രോഫിറ്റ് കയറി പോയിട്ടുണ്ട്. അതുകൂടാതെ കമ്പനിക്ക് വന്ന എക്സ്പെൻസ്, ഓഫീസ് എക്സ്പെൻസ്, പിന്നെ പാർട്ട്ണർമാരുടെ ഷെയർ, അതുപോലുള്ള 1 കോടിയോളം രൂപ അങ്ങനെ ചിലവ് വന്നിട്ടുണ്ട്. ഈ ഒരു ബാധ്യത വരാനുള്ള കാരണം മനീഷ് കുമാറാണ്. കാരണം അവൻ ഈ ആദ്യം വാങ്ങിയ 2 കോടി വാങ്ങിച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് തരുന്നുണ്ട് എന്നുള്ള ബോധിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ പബ്ലിക്കിന് ലാഭം കൊടുത്തതും പബ്ലിക്കിൽ നിന്ന് ഫണ്ട് എടുത്തതും. പക്ഷെ അവൻ തന്നില്ല. പക്ഷെ അയാൾ കൊടുത്ത പൈസ നിങ്ങൾക്ക് തിരിച്ചു തന്നു. കൊടുത്ത പൈസ തിരിച്ചു തന്നോണ്ട് ആയില്ലല്ലോ. കാരണം പബ്ലിക്കിന്റെ മുമ്പിൽ നമ്മള് നിങ്ങൾ അത് വിശ്വസിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ആ ലാഭം കിട്ടാത്തിടത്തോളം കാലം നിങ്ങൾ രക്ഷപ്പെടില്ല. അല്ല, നിങ്ങൾ ഈ മനീഷ് കുമാറിനെ കണ്ടില്ലേ? കണ്ടു. മനീഷ് കുമാറിനെ കണ്ട സമയത്താണ് മനീഷ് കുമാർ നമുക്ക് പണം തരാമെന്നും പിന്നെ ബാക്കി ഒരു തുക ഇന്ന സമയത്ത് തരാമെന്നും ബാക്കി തുക പിന്നെ ഇത്ര സമയത്തിനുള്ളിൽ തരാമെന്നും പറഞ്ഞിട്ട് അതിനുള്ള വീഡിയോ പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഖാദറിന് അയച്ച് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ. ആ വീഡിയോയിൽ എന്താ പറയുന്നത്? ആ വീഡിയോയിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്ര റേറ്റിന് ഇത്ര ഫണ്ട് അയച്ചു തരും, ബാക്കി ഫണ്ട് ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ അയച്ചു തരാമെന്ന് പറയുന്ന ഒരു വീഡിയോ ആണത്. അല്ല, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പം ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം നഷ്ടമായിട്ടുണ്ട്. ഇത് ജനങ്ങൾക്ക്, നിങ്ങളുടെ ഈ കാര്യമൊന്നും ജനങ്ങൾക്ക് കേൾക്കേണ്ട. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ശരിയാണ് എങ്കിൽ നിങ്ങൾ ട്രാപ്പിലായ ഒരാളാണെന്ന് ഞാൻ പറയാം. പക്ഷെ ജനങ്ങൾക്ക് ഇതൊന്നും കേൾക്കേണ്ട. ജനങ്ങൾക്ക് വേണ്ടത് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടമായിട്ടുള്ള പണമാണ്. നിങ്ങൾ നൽകുമോ? എനിക്ക് ഇതൊരു ബിസിനസ് തകർച്ചയല്ല. കാരണം ഈ കമ്പനി രജിസ്റ്റേർഡ് കമ്പനിയാണോ? അല്ല, രജിസ്റ്റേർഡ് കമ്പനിയല്ല. ഇവിടുത്തെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പാലിച്ചിട്ടുണ്ടോ? ഇല്ല, നിങ്ങൾ പാലിച്ചിട്ടില്ല. പാലിക്കാത്തിടത്തോളം കാലം ഇതൊരു നിയമവിരുദ്ധമായിട്ട് നിങ്ങൾ പണം സ്വീകരിച്ചു എന്നുള്ളതാണ്. ശരിയല്ലേ? ശരിയാണ്. അപ്പൊ ജനങ്ങൾ പറ്റിക്കപ്പെട്ടതല്ലേ? അല്ല, നിങ്ങൾ ഈ പറയുന്ന ട്രേഡിങ്ങിനെ ഞാൻ നിങ്ങൾക്ക് അനുകൂലിച്ച് തരാം. മനീഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് പണം തരാനുണ്ട്, അയാൾ നിങ്ങളെ ചതിച്ചു, ഓക്കെ. പക്ഷെ നിങ്ങൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഉത്തരവാദികൾ തന്നെയാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ജനങ്ങൾക്ക് ഈ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും? ഞാനിപ്പോഴും പറയുന്നുണ്ട്, ഞാൻ വാങ്ങിച്ച പണത്തിന് ഞാൻ ഉത്തരവാദിയാണ്. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി, ഞാനൊരു ചതിയിൽപ്പെട്ടു. മാത്രമേ എനിക്ക് ഖാദറിനോട് പറയാനുള്ളത്, ഞാൻ പബ്ലിക്കിനെ ചീറ്റ് ചെയ്തിട്ടില്ല എന്നേ പറയാനുള്ളൂ. പബ്ലിക്കിന്റെ ഫണ്ട് ഞാൻ കൊടുക്കൂലെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് ഞാൻ ഇനി പബ്ലിക്കിന് കൊടുക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ ഒളിവിൽ പോയ സമയത്ത് നിങ്ങൾ ഒളിവിൽ പോകാതെ നിന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കാം. എനിക്കറിയില്ല, നിങ്ങളുടെ മനസ്സിനകത്തുള്ള കാര്യം അങ്ങനെയായിരിക്കാം. പക്ഷെ നിങ്ങൾ ഒളിവിൽ പോകാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഉദ്ദേശം മാത്രം പോരാലോ. ജനങ്ങളുടെ പണം ജനങ്ങൾക്ക് നൽകണ്ടേ? അത് നൽകാൻ തയ്യാറാണോ? ഒറ്റ ചോദ്യം. ഞാൻ തയ്യാറാണ്. ഞാൻ ഞാൻ മുഖാന്തരം, അതായത് ഞാൻ 100% ക്യാപിറ്റൽ എമൗണ്ട് സെക്യൂരിറ്റി പറഞ്ഞ എൻ്റെ കൈ കൊണ്ട് വാങ്ങിച്ച ഏകദേശം ഫണ്ടൊക്കെ ഞാൻ കൊടുത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ കമ്പനിയിൽ എനിക്കൊരു ഷെയർ ഉണ്ടായിരുന്നു, എൻ്റെ ഷെയർ. അത് വെച്ച് ഞാൻ വാങ്ങിച്ച പ്രോപ്പർട്ടീസും ഞാൻ വാങ്ങിച്ച വണ്ടികളും, അതായത് വാഹനങ്ങളും വിറ്റിട്ട് ഞാൻ അതിന് ഏകദേശം എൻ്റെ ബാധ്യത, എൻ്റെ കൈ മുഖാന്തരം വാങ്ങിച്ച ബാധ്യതകൾ ഞാൻ തീർത്തിട്ടുണ്ട്. ഇനി ബാക്കി എൻ്റെ പാർട്ട്നേഴ്സ് മുഖാന്തരം വാങ്ങിച്ചിട്ടുള്ള ബാധ്യതകൾ അവരോട് ഞാൻ പറയാണ്, നിങ്ങൾ എനിക്കൊരു സമയം തന്നാൽ ഞാനത് തീർക്കും. അല്ല, നിങ്ങൾക്ക് ഈ പറയുന്ന അനീഷ് 2 കോടി നിങ്ങൾ കൊടുത്ത 2 കോടിയിൽ ട്രേഡിംഗ് നടത്തുന്നില്ല, അയാൾ ഒരു തട്ടിപ്പാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയതെപ്പോൾ കമ്പനി തുടങ്ങിയിട്ട് തോന്നിയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഖാദറിൻ്റെ കൂടെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. ഖാദറിന് ഞാൻ ഖാദറിന് ഞാൻ പൈസ തന്നാലേ ഖാദറിന് ഇപ്പോൾ എക്സാമ്പിൾ ഒരു മൊബൈലാണെങ്കിൽ, ഓക്കെ, ഖാദറിന് ഞാൻ ഒരു പൈസ തന്നു മൊബൈൽ കമ്പനി തുടങ്ങാൻ വേണ്ടി. ഖാദറിന് ഞാൻ പണം തന്നിട്ട് ഖാദർ മൊബൈൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് സെയിൽ ചെയ്താലല്ലേ ഖാദറിന് എനിക്ക് പ്രോഫിറ്റ് തരാൻ പറ്റുള്ളൂ. ഇയാൾ ആദ്യം വാങ്ങി 2 കോടി രൂപ എടുത്തിട്ട് അതിന് ശേഷം പറയുന്നു, നീ പബ്ലിക്കിൽ നിന്ന് വാങ്ങിച്ചിട്ട് പബ്ലിക്കിന് തന്നെ കൊടുത്തോളൂ. അപ്പോൾ അതിലൂടെയാണ് ബിസിനസ് നടക്കുന്നതല്ലേ. അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നിയ സമയത്ത്, ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ പാർട്ട്നേഴ്സിനെ ഇൻഫോം ചെയ്തു. അപ്പോൾ ഇൻഫോം ചെയ്ത സമയത്ത് പാർട്ട്നേഴ്സ് അവരുമായിട്ട് നല്ല ലിങ്കാണ്. അതായത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ അവരായിട്ട് ലിങ്കാണ്. അവരെന്ത് ചെയ്തു? അവരൊക്കെ കൂടി നിങ്ങളെ ചതിച്ചതാണോ? അതെ, അവരൊക്കെ കൂടിയിട്ടാണ് എന്നെ ചതിച്ചത്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഞാൻ അറിഞ്ഞ സമയത്ത് ഞാൻ എല്ലാവർക്കും ഇൻഫോം ചെയ്തതാണ്.
കാരണം എന്ന് വെച്ചാൽ ഇതിന് ശേഷം നിങ്ങൾ എന്താണ് ഇൻഫോം ചെയ്തത്? ഇയാളെ ട്രേഡിംഗ് നടത്തുന്നില്ല, കമ്പനി പൊട്ടാൻ വേണ്ടി പോവുകയാണ്, അയാളെ നമ്മളെ ചതിച്ചു എന്നുള്ളതാണ്. കമ്പനി പൊട്ടാൻ വേണ്ടിയിട്ടല്ല, കമ്പനി ഞാനായിട്ട് സ്റ്റോപ്പ് ചെയ്തതാണ്. കമ്പനി സഡൻ സ്റ്റോപ്പ് ചെയ്തതാണ്. കാരണം എന്ന് വെച്ചാൽ കമ്പനിക്ക് ഫണ്ട് വരാത്തതോ ഫണ്ട് കൊടുക്കാൻ പറ്റാത്തതോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. കാരണം കമ്പനീനെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ബാധ്യത, അതായത് കമ്പനി നിർത്തുന്ന സമയത്ത് നമുക്കുള്ള ബാധ്യത 1.5 കോടി രൂപയാണ്. ഇത് നാളെ 50 കോടിയോ 100 കോടിയോ ആയിരുന്നെങ്കിൽ ഞാനൊരു എന്താ പറയുക, നമ്മളെ കമ്പനി 50 കോടിക്കോ അല്ലെങ്കിൽ 100 കോടിക്കോ ബാധ്യത വരുത്തുന്നുണ്ട്. പിന്നെ എന്നെ ഞാനെന്നല്ല ഇനി ആര് വിചാരിച്ചാലും ആ കടം ഒരിക്കലും വീടാൻ പറ്റില്ല. അല്ല, അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് പാർട്ട്നേഴ്സിന് പറയാനുണ്ടാവാം ചിലപ്പോൾ ചില കാര്യങ്ങൾ. പക്ഷേ ഈ എഗ്രിമെൻ്റ് ശരിയാണെങ്കിൽ നിങ്ങൾ ട്രാപ്പിലായതാണെന്ന് നമുക്ക് ബോധ്യമുണ്ട്. പക്ഷേ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നത്, ഇപ്പം അങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ട്. കാരണം നിങ്ങൾ സ്വീകരിച്ച പണം കൊടുത്തേ പറ്റും. അതിന് നിങ്ങൾ എന്ത് പോകും വഴിയാണ് കണ്ടിട്ടുള്ളത്? എനിക്കിപ്പോൾ ഇത് എഗ്രിമെൻറ്റ് പ്രകാരം മെയ് മാസത്തിലാണ് എനിക്ക് മനീഷ് തരാനുള്ള എഗ്രിമെൻറ്റിൻ്റെ വാല്യൂ കഴിയുന്നില്ല. ആ സമയത്ത് എനിക്ക് മനീഷിൻ്റെ നിന്ന് ഫണ്ട് വാങ്ങാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പുണ്ട്. ഈ മെയ് മാസത്തിൽ ഒന്നെങ്കിൽ അത് അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ, എൻ്റെ പാർട്ട്നേഴ്സ് മനീഷ് തരുമോ നിങ്ങൾക്ക് പൈസ? തന്നില്ലെന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് എനിക്ക് മൂവ് ചെയ്യാമല്ലോ. ഓക്കെ, മനീഷിന്റെ ചെക്ക് കാര്യങ്ങളുണ്ട്, എഗ്രിമെന്റ് ഉണ്ട്, അതിന്റെ വീഡിയോ റെക്കോർഡ് കാര്യങ്ങൾ, പ്രൂഫ് ഉണ്ട്, എല്ലാം ഉണ്ട് എൻ്റെ അടുത്ത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ നൽകും എന്ന് നിങ്ങൾക്ക് അത്രത്തോളം ആത്മവിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുന്ന ആളുകളോട് നിങ്ങൾക്ക് പറഞ്ഞാൽ പോരെ, നൽകും, ഞാൻ തരും എന്ന്. മാത്രമല്ല എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് എന്താ പറയുക, സംസാരിക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അവർക്ക് വേണ്ടത് എന്താ പറയുക വെച്ചാൽ എൻ്റെ മരണമാണ്. അവർ വന്നാൽ സംസാരിക്കുന്ന എന്താ പറയുക, നിന്നെ തട്ടും, നിന്നെ കൊല്ലും, നിന്നെ എന്താ പറയുക അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നാണ്. അവരോട് നമുക്ക് സംസാരിക്കാനുള്ള ആളുകൾ വീട്ടിലേക്ക് വരുന്നുണ്ടോ? ആളുകൾ വീട്ടിലേക്ക് വരുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്യുന്നുണ്ട്. വന്നിട്ട് എന്താ ചെയ്യുന്നവർ? വന്നിട്ട് അതാണ് പറയുന്നത്, അവർ എന്താ തല്ലും കൊല്ലും അങ്ങനെയാണ് പറയുന്നുള്ളത്. അല്ല, ഇവരോടൊക്കെ നിങ്ങൾക്ക് ഒരു ദിവസം മീറ്റിംഗ് വിളിച്ചിട്ട് നിങ്ങളിപ്പോൾ ഞങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ പണം തരും, മെയ് മാസം വരെ എനിക്ക് സമയം നൽകണമെന്ന് പറഞ്ഞാൽ പോരെ? അത് പറയാനെന്ന് വെച്ചാൽ എൻ്റെ പാർട്ട്നേഴ്സ്, അതായത് എൻ്റെ കൂടെയുള്ള പാർട്ട്നേഴ്സും ഈ ട്രേഡറും കൂടിയിട്ട് പബ്ലിക്കിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് എൻ്റെ കയ്യിൽ 4 കോടിയോ 5 കോടിയോളോ എന്താ പറയുന്നത് പ്രോഫിറ്റ് പണമുണ്ടെന്നാണ്. അപ്പോൾ പബ്ലിക് അതും വിശ്വസിച്ച് എന്താ പറയുക, മൊത്തം പണം എൻ്റെയിലാണെന്ന് വിചാരിച്ചിട്ട് എന്നെ ടോർച്ചർ ചെയ്യാണ്. അപ്പോൾ അത് അല്ലാതെ തെളിയിക്കാനുള്ള പ്രൂഫ് രേഖകൾ എൻ്റെ പരിശോധിക്കാം എന്തായാലും. ഓക്കെ, അതായത് ഞാൻ പറയാം, അതായത് ഈ കമ്പനിയിൽ ലാഭം വന്നിട്ടില്ലെന്നും ബിസിനസ് ചെയ്തിട്ടില്ലെന്നും പബ്ലിക്കിന് മൊത്തം അറിയാവുന്നതാണ്. ഓക്കെ, അതുപോലെ ഇതിൽ പബ്ലിക്കിന് കൊടുക്കാനുള്ളത് ആകെ 1.5 കോടിയോളം രൂപയാണ്. ഓക്കെ, അത്രേ കൊടുക്കാനുള്ള? ആ 1.5 കോടി. ആ 1.5 കോടിയോളം രൂപ കൊടുക്കാനുള്ളത് എന്തെന്ന് വെച്ചാൽ കുറേ പബ്ലിക്കിന് ലാഭം പോയിട്ടുണ്ട്. അതിനുള്ള രേഖകളുണ്ട്. പബ്ലിക്കിന് ലാഭം പോയതിൻ്റെ രേഖകളുണ്ട്, പബ്ലിക്കിന് കൊടുക്കാനുള്ളതിൻ്റെ രേഖകളുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ലാഭം പോയിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് ആകുമ്പോൾ അവർക്ക് ലാഭം കിട്ടും, അതിൽ നിങ്ങൾക്ക് ഇടപെടാൻ നടത്താനുള്ള ആ പണമാണ് ഇപ്പുറം കുറച്ച് അതിൽ അവസാനം ചെയ്ത കസ്റ്റമേഴ്സിന് നമ്മൾ മൈനസ് ആയി പോയിട്ടുള്ളത്. അതായത് അത് നിങ്ങൾ മാച്ച് ചെയ്യിക്കണ്ട. അല്ല, അത് പബ്ലിക്കിൻ്റെ അടുത്ത് എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് എനിക്ക് ചെയ്യാനുള്ള തെളിയിക്കാനുള്ള പ്രൂഫാണ്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കമ്പനിയിലേക്ക് വന്നു എന്ന് പറയുന്നത് ഈ 13 കോടി രൂപ, ഈ 13 കോടി രൂപ കമ്പനിയിലേക്ക് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്ത പണമാണല്ലോ, അല്ലേ? അല്ലല്ല, അതായത് 13 കോടിയുള്ള പബ്ലിക്കിന് ഇൻവെസ്റ്റ് ചെയ്ത പണമല്ല. 13 കോടിയിൽ 8.5 കോടിയോളം രൂപ പബ്ലിക് തന്ന ക്യാഷ് ആണ്. ബാക്കി പണം എന്ന് വെച്ചാൽ റീഇൻവെസ്റ്റ് ആണ്. അതായത് 8.5 കോടി രൂപ പബ്ലിക് നിങ്ങൾക്ക് നൽകി. ഈ 8.5 കോടി ഇട്ടതിൽ ഏതെങ്കിലും ഒരുത്തിന്, ഇപ്പോൾ ഉദാഹരണത്തിന് 8.5 കോടി ആരെങ്കിലും ഇട്ടു, അല്ല മൊത്തം ആളുകൾ 8.5 കോടി രൂപ ഇട്ടു. ഓക്കെ, റൈറ്റ്. ഈ 8.5 കോടിയിൽ എൻ്റെ 1 ലക്ഷം ഉണ്ട് എങ്കിൽ ഞാനിട്ട 1 ലക്ഷത്തിന് നിങ്ങൾ ലാഭമായി നൽകിയ തുകയും ചേർത്ത് ഞാൻ റീഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, ഈ റീഇൻവെസ്റ്റ് ചെയ്ത തുകയാണോ ബാക്കിയുള്ള 5 കോടി രൂപ? 4.5 കോടിയോളം രൂപ റീഇൻവെസ്റ്റ് ചെയ്ത തുകയാണ്. അതായത് 8 കോടി യഥാർത്ഥത്തിൽ കമ്പനിയിലേക്ക് വരികയും, എന്നാൽ 8 കോടിക്ക് പുറമെയുള്ള തുക എന്ന് പറയുന്നത് 8 കോടിയിൽ പുറമെയുള്ള തുക എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം 3.70 എൻ്റെ അടുത്ത് അതിനുള്ള രേഖകളുണ്ട്. 3.75 ലക്ഷത്തോളം റീഇൻവെസ്റ്റ് ആണ്. അതായത് ഇപ്പോൾ ഖാദറിനെ ഞാൻ 2 ലക്ഷം ഇട്ട ഖാദറിനെ ഞാൻ 3 ലക്ഷം തിരിച്ചു തരാണ്. അപ്പോൾ ഖാദർ എന്താക്കുന്നു, 3 ലക്ഷം പിന്നെയും എനിക്ക് റീഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഖാദറിൻ്റെ കണക്കിൽ എൻ്റെ അടുത്ത് 5 ലക്ഷമാണ്. അത്ര കമ്പനിക്ക് നീ ആദ്യം തന്ന 2 ലക്ഷം വരവുള്ളൂ. കാരണം പിന്നെ നീ തന്നത് പൈസയല്ല, ഞാൻ തന്ന പൈസ തിരിച്ചു തന്നതാണ്. കാരണം ഈ ഒരു കമ്പനിയിലെ ലാഭം വരാത്തിടത്തോളം കാലം ഈ തരുന്ന പൈസ കണക്കാണ്, പണമല്ല. അത് പബ്ലിക്കിന് എന്താ പറയുക മനസ്സിലാകാത്തൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ
ഖാദറിന് 2 ലക്ഷം തന്ന് ഖാദറിന് 3 ലക്ഷം ലാഭം തരുമ്പോൾ ഖാദർ അത് തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് കണക്കിൽ മാത്രമേ വരുന്നുള്ളൂ. അതായത് എനിക്ക് മനസ്സിലായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബിസിനസ് നടക്കുന്നില്ല. അതെ, ബിസിനസ് നടക്കാത്തടത്തോളം നിങ്ങൾ ജനങ്ങൾ നിങ്ങൾക്ക് തരുന്ന പണം തന്നെ നിങ്ങൾ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്നു. അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മണ്ടന്മാര് എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. ശരിയാണ്, 100% മണ്ടന്മാർ. നിങ്ങളെ ഈ മനീഷ് വലിയ ട്രേഡിങ് നടത്തുന്ന ആള്. മനീഷിനെ കുറിച്ച് ഞാൻ പറയാം. ഇവർ ഈ ട്രേഡർമാർ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്ന ഒരു ചങ്ങലയാണ്. ഇപ്പോൾ ഇതുപോലെ നിഷാദിനെ എന്ന് പറഞ്ഞാൽ ഞാനൊരിക്കലും നിഷാദിനെ കുറ്റം പറയില്ല. കാരണം നിഷാദിന് ബാക്കിൽ ഇതുപോലെ ട്രേഡർ ഉണ്ടാവും. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ നാട്ടിൽ പോയിട്ട് ഒരു ടാർഗറ്റ്. ഇവിടെ എന്നോട് ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ മനീഷ് കുമാർ പറഞ്ഞ 100 കോടിയാണ് ടാർഗറ്റ്. ഇവൻ ഈ 100 കോടി ഇവൻ ഈ 100 കോടി അടിച്ചെടുത്തിട്ട് അവസാനം എന്താ പറയുക, എന്നെ പോലുള്ള ചെറുപ്പക്കാരെ ഇതിൽ പെടുത്തും. ഇതേ മനീഷ് കുമാറും ഇതേ സുരേഷ് ഒത്തിട്ട് എന്താ പറയുക, ഇപ്പോൾ എറണാകുളം എന്താ പറയുന്ന പിന്നെ കോഴിക്കോട് മലപ്പുറം ഈ ഏരിയയിലേക്ക് ഇപ്പോഴും ട്രേഡിങ് ചെയ്യാണ്. ഞാൻ അന്വേഷിച്ച സമയത്ത് കണ്ണൂർ ജില്ലയിൽ നിന്നും ഇതേപോലെയുള്ള സംഭവമാണ്. കണ്ണൂർ ജില്ലയിൽ നിന്നും അല്ലെ മലപ്പുറം ഏരിയകളിലായിട്ട് ഏകദേശം 1.5 കോടിയോളം ഇപ്പോൾ ഇതിന് ശേഷം അവർ കൈപ്പറ്റിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ചെയ്തതുപോലെ ഇതേപോലെയുള്ള തട്ടിപ്പ്, ഞാൻ അങ്ങനെ തന്നെ പറയും കേട്ടോ, ഇതേപോലെയുള്ള തട്ടിപ്പ് ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം ഇത് ജനങ്ങൾ മണ്ടന്മാരായിട്ടുള്ളൊരു കലയാണ്. നിങ്ങളിങ്ങനെ പറയുമ്പോൾ നമുക്കിപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളിങ്ങനെ വന്നിട്ട് ഇതാണ് സത്യം എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ആദ്യത്തെ വാക്കുകൾ നിങ്ങളുടെ ഇതാണ്. വിശ്വസിച്ചേ പറ്റും. അല്ലല്ല, ഞാൻ ഈ എഗ്രിമെന്റിനെ വിശ്വസിക്കുന്നു. അല്ല, ഖാദറിനെ ഇപ്പോൾ തട്ടിപ്പ് എന്ന് പറയാം. കാരണം ഞാനൊരിക്കലും തട്ടിപ്പ് എന്ന് പറഞ്ഞ് ഞാൻ അംഗീകരിക്കില്ല. കാരണം ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. കാരണം ഞാനത് ചതിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് ഒരേറ്റ ഒരു തെളിവാണ് ഞാൻ ഇന്നും നാട്ടിലുണ്ട്. ഞാൻ എവിടെ ഓടിപ്പോയിട്ടില്ല. ഞാൻ എല്ലാ പബ്ലിക്കിനും എന്താ പറയുന്ന ഫേസ് ചെയ്യുന്നുണ്ട്. എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ എൻ്റെ കടങ്ങൾ തീർത്ത് വെച്ചിട്ടുണ്ട്. മനീഷ് കുമാർ ഇനി ചിലപ്പോൾ എവിടെയെങ്കിലും ഒളിവിലായിരിക്കാം, അല്ലെങ്കിൽ അയാൾ ഇനി എവിടെയെങ്കിലും പോയേക്കാം. അതവിടെ കിടക്കട്ടെ. നിങ്ങൾ വാങ്ങിയ പണം നിങ്ങൾ നൽകാൻ 100% കോൺഫിഡൻ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ക്യാമറ നോക്കിയിട്ട് ജനങ്ങളോട് പറയാം. എൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത 1000-ഓളം ഇൻവെസ്റ്ററോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു എന്താ പറയുക, ഇപ്പോൾ കമ്പനിയുടെ ബാധ്യത എന്ന് പറയുന്നത് 1.5 കോടിയോളം രൂപയാണ്. അതിനുള്ള എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഖാദറിനെ ഏൽപ്പിക്കും. കാരണം അത്രേ കൊടുക്കാനുള്ളൂ. പബ്ലിക് പറയുന്ന പോലെ ഇതിൽ കുറേ ബാധ്യതകളൊന്നുമില്ല. കാരണം പബ്ലിക്കിന് അവർ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിൻ്റെ 80% കിട്ടിയിട്ടുണ്ട്. ആകെ കൊടുക്കാനുള്ള 1.5 കോടി. അപ്പോൾ നിങ്ങൾ എനിക്ക് എന്താ പറയുക, എനിക്ക് ബിസിനസ് ചെയ്യാൻ, എനിക്ക് നല്ലൊരു വൈറ്റ് ബിസിനസ് ചെയ്ത് നിങ്ങളെ കടം വീടാനുള്ള ഒരു സാവകാശം തരികയാണെങ്കിൽ ഒരു 1-2 വർഷം കൊണ്ട് ഞാൻ ഈ പറയുന്ന 1000-ഓളം ഇൻവെസ്റ്റേഴ്സിൽ ബാക്കിയുള്ള, അതായത് ക്യാപിറ്റൽ എമൗണ്ട് ബാക്കിയുള്ള എല്ലാവർക്കും ഞാൻ ഈ കടം വീടുന്നതായിരിക്കും. അതിന് നിങ്ങൾക്ക് എനിക്കൊരു സാവകാശം തന്നാൽ മതി. കാരണം എന്നെയോ എൻ്റെ വീട്ടുകാരോ ബുദ്ധിമുട്ടിക്കാതെ എനിക്കൊരു സാവകാശം തന്നാൽ ഞാൻ ഈ കടം വീടുന്ന് ഇത് നിങ്ങളോട് ഞാൻ സത്യം പറയാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്കിതിലാരും ചതിക്കണമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ചതിക്കുകയാണെങ്കിൽ എനിക്ക് ഈ പണം കൊണ്ട് എന്നെ നാടുവിടായിരുന്നു. കാരണം ആ പണം മൊത്തം ഇത് വന്നത് നമ്മളെ കമ്പനിയിലാണ്. ആ പണം നമ്മളെ കയ്യിലായിരുന്നു. ആ സമയത്ത് എനിക്ക് ഈ പണം കൊണ്ട് എന്താ പറയുക നാടുവിടായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. ഞാൻ ആ കിട്ടിയ പണം ഞാൻ കറക്റ്റായിട്ട് എല്ലാവർക്കും നമ്മൾ പറഞ്ഞ സമയത്ത് അവരുടെ അക്കൗണ്ടിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് അല്ല ഞാൻ ചോദിക്കുന്നത്, വൈറ്റ് ബിസിനസ്സൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് പണിയുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഈ ഒരു 1.5 കോടി രൂപയൊക്കെ 2-3 വർഷത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ മിടുക്ക് പോലെ ഇരിക്കും. നിങ്ങളുടെ സ്വകാര്യത ഞാൻ ഇടപെടുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ വലിയ ആർഭാടത്തിൽ ജീവിച്ചു എന്നുള്ളതാണ് എനിക്കറിയാൻ വേണ്ടി പറ്റിയത്. നിങ്ങളുടെ സ്വന്തം പണമാണെങ്കിൽ എനിക്ക് ചോദ്യം ചെയ്യാൻ അധികാരമില്ല. നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് കയറി ഇടപെടാൻ അധികാരമില്ല. നിങ്ങൾ വളരെ വലിയ ആർഭാടത്തിൽ ജീവിച്ചു എന്നുള്ളതാണ് എനിക്കറിയാൻ വേണ്ടി പറ്റിയത്. ദുബൈയിൽ പോകുന്നു, അവിടെ പോയിട്ട് എന്താ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്, അവിടെ പോയിട്ട് വലിയ വലിയ ഫ്ലാറ്റുകൾ എടുത്തിട്ട് ലക്ഷക്കണക്കിന് രൂപ ദിവസം അല്ലെങ്കിൽ മാസം വിലയുള്ള ഫ്ലാറ്റുകളിൽ താമസിക്കുന്നു. പിന്നെ ഒരുപാട് മറ്റു പല കാര്യങ്ങളും. ഞാൻ അതെന്ന് പറഞ്ഞാൽ ഞാനെന്ന വ്യക്തി ആർഭാടത്തിൽ ജീവിച്ചു എന്ന് ഖാദറിനെ തെളിയിക്കാൻ പറ്റുവാണെങ്കിൽ ഈ മൊത്തം എന്താ പറയുന്ന നിങ്ങൾ പറയുന്ന ഞാൻ അംഗീകരിക്കും. ഞാനാകെ എന്താ പറയുന്ന നിങ്ങൾ പറയുന്നത് ഞാൻ ദുബായി പോയി എന്നുള്ളത്, ഞാൻ ദുബായിൽ എന്താ പറയുന്ന ആർഭാട ജീവിതം നയിക്കാൻ പോയതല്ല. ആകെ 3-4 ദിവസം ഞാൻ അവിടെ പോയി നിന്നിട്ടുള്ളൂ. എന്നു വെച്ചാൽ ഇന്ത്യൻ ഗവൺമെന്റ്, അതായത് ഇന്ത്യൻ ഗവൺമെന്റിൽ ക്രിപ്റ്റോ കറൻസി പോലുള്ള ട്രേഡിംഗ് കമ്പനിക്ക് അനുവാദമില്ല. പബ്ലിക്കിൽ നിന്ന് ഫണ്ട് വാങ്ങാനും അനുവാദമില്ല. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത്, അതായത് ദുബായിലാണെങ്കിൽ ഒരു വെയർഹൗസ് എടുത്താൽ നമുക്ക് ചെറിയൊരു തുക മുടക്കിയാൽ അവിടെ ലൈസൻസ് കിട്ടും ട്രേഡിങ്ങിന്. മാത്രമല്ല ഇന്ത്യയിൽ അതിന് എന്താ പറയുന്ന ഒരു പ്രോബ്ലം വരുന്നില്ല. കാരണം നമ്മൾ NRI ആയിട്ട് ചെയ്താൽ പബ്ലിക്കിന് ഫണ്ട്. അപ്പോഴും ഇന്ത്യയിലെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നത് ലീഗൽ അല്ല.
ലീഗലല്ല, NRI ചെയ്താൽ മതിയല്ലോ. ദുബൈയിൽ നമുക്ക് അവർ നിങ്ങൾ വാങ്ങുന്നത് ലീഗലല്ല, വാങ്ങുന്നത്. അതിപ്പോൾ ഖാദറിന് എന്തായാലും ഖാദറിന്റെ ഫാമിലി അല്ലെങ്കിൽ ഖാദറിന്റെ ബ്രദേഴ്സ് അല്ലെങ്കിൽ ഖാദറിന്റെ ആരെങ്കിലും കസിൻസ് ദുബൈയിൽ ഉണ്ടാവുമല്ലോ. കാസർഗോഡിൽ 80% ദുബൈക്കാർ. അവർ ദുബൈയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ അങ്ങനെ ഒരു ലൈസൻസിന് നിങ്ങൾക്ക് ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ലൈസൻസ് കിട്ടിയില്ല? ലൈസൻസ് ആ സമയത്ത് അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നതിന് ഒരു 10-15 ദിവസം കൊണ്ടാണ് ഈ കമ്പനിയുടെ പ്രശ്നങ്ങൾ നടക്കുന്നുള്ളത്. അതിനുള്ള തെളിവ് എൻ്റെ അടുത്തുണ്ട്. കാരണം ഞാൻ അവിടെ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ നോക്കിയതിൻ്റെയും ഞാൻ അതിനെ ചെയ്തതിൻ്റെയും ലൈസൻസിൻ്റെ എന്താ പറഞ്ഞാൽ ഒരു അപേക്ഷ ഡെമോ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഖാദറിന് സമർപ്പിക്കാം. കാരണം എന്താ വെച്ചാൽ ദുബൈയിൽ എൻജോയ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ അടിച്ചു പൊളിക്കാനോ പോയതല്ല, ജസ്റ്റ് 3 days അത്രേ ഉള്ളൂ. കൂട്ടത്തിലുള്ള ആളുകളുടെ ഒരുപാട് ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. അതേപോലെ അതായത് ഇത് കമ്പനിയിൽ നിന്ന് ഷെയർ എടുക്കുന്ന പണം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഷെയർ കൊണ്ട് ഞാൻ വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്, പ്രോപ്പർട്ടീസ് വാങ്ങിച്ചു, ഞാൻ അതിപ്പോൾ വിറ്റിട്ട് പബ്ലിക്കിന് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർ കിട്ടുന്ന അവരെ തുക അവരെന്താ വെച്ചു പബ്ബിലും ബാറിലും പിന്നെ എന്താ പറയുക പറയാൻ പറ്റാത്ത പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി, അതാണ് ഞാൻ ചോദിച്ചത്. അതെ, കൊണ്ടുപോയി തീർത്തു. അതിന് ഞാൻ ഉത്തരവാദിയല്ലോ. ശരിയാണ്, ഞാനും ഖാദറും തുടങ്ങിയ ഒരു കമ്പനിയിൽ എൻ്റെ ഷെയർ എനിക്ക് എന്ത് വേണേലും ചെയ്യാം. ഖാദറിന്റെ ഷെയർ നീ അവിടെ കൊണ്ട് ചെലവാക്കണ്ടെന്ന് പറയാനുള്ള റൈറ്റ്സ് എനിക്കില്ല. എനിക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും കേൾക്കണ്ട. ഓക്കെ, ഇതൊക്കെ ഒരു ഫോർമാലിറ്റിയായി കരുതിക്കോളൂ. നിങ്ങൾ ജനങ്ങളുടെ പണം കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞല്ലോ, അത് തന്നെ ഒരു വലിയ ആശ്വാസവാക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വിശ്വസിച്ച് തീർച്ചയായും വളരെ നല്ല രീതിയിൽ ഞാൻ ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നു. കാരണം നിങ്ങൾ ഈ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു, ജനങ്ങൾക്ക് പണം കൊടുക്കാം എന്നുള്ളത്. നാളുകളിൽ നിങ്ങൾക്കത് കൊടുക്കാൻ സാധിക്കട്ടെ. കൊടുക്കാമെന്നല്ല, ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള തെളിവുകൾ ജനങ്ങളിൽ തന്നെ ഖാദറിന് കിട്ടിയിട്ടുണ്ടാകും. കാരണം ഞാൻ എൻ്റെ കൈ കുറച്ചാളുകൾക്ക് നൽകിയതൊക്കെ എനിക്കറിയാം. അത് എൻ്റെ കൈ കൊണ്ട് വാങ്ങിച്ചവരൊക്കെ ഞാനത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരെ ഞാൻ ക്ലിയർ ചെയ്യുന്നു. ഞാൻ അവർക്കൊക്കെ വാക്ക് പറഞ്ഞതുമാണ്. കാരണം ഇതിൽ കുറേ എന്താ പറയുന്ന സ്ത്രീകളാണ്, അവരെ ഹസ്ബൻഡ് അറിയാതെയും പിന്നെ എന്താ പറഞ്ഞാൽ പൊന്നു പണയം വെച്ചു 100% പിന്നെ എന്താ പറഞ്ഞാൽ വീട് കെട്ടാൻ വേണ്ടിയിട്ട് സ്വരൂപിച്ച പണവും എന്താ പറഞ്ഞാൽ 5 ലക്ഷം ഉള്ളവർ എന്താ പറഞ്ഞാൽ 10 ലക്ഷം ആയാൽ വീട് പെട്ടെന്ന് അങ്ങനെ പണിത് കഴിയാന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കമ്പനിയിൽ വെച്ചത്. അപ്പോൾ അവരുടെയൊക്കെ ഏകദേശം കടങ്ങൾ നമ്മൾ വീടിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് ബാക്കിയുണ്ട്, അത് നമ്മൾ ആദ്യം വീടി കൊടുക്കും. നല്ല കാര്യം. എന്തായാലും ആ ഒരു ഉദ്ദേശം നല്ല ഉദ്ദേശമാണ്. നിങ്ങൾ ലൈവിൽ നിന്നത് കൊണ്ട് തന്നെയാണ് എനിക്കൊരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ഇതിൻ്റെ ലീഗൽ വശങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റു പല കാര്യങ്ങളൊക്കെ അതൊക്കെ അവസാനിപ്പിക്കാനുള്ള കാരണം നിങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞത് കൊണ്ടാണ്. മാത്രമല്ല ഖാദറിനെ അറിയാം, കേരളത്തിൽ 100-110 കമ്പനീസ് ഇതുപോലെ ട്രേഡിംഗ് കമ്പനികൾ വരുന്നുണ്ട്. എന്താ പറയുക, ഒരു സുപ്രഭാതത്തിൽ ഇതിലൊക്കെ കമ്പനി പൂട്ടി പോകുന്നുണ്ട്. നമ്മളെ കമ്പനി പൊട്ടിയിട്ടും നമ്മൾ പറയുന്നുണ്ട് നമ്മളെ ഫണ്ട് നമ്മൾ തരും, നമുക്കൊരു സാവകാശം തരണം. അല്ല, അത് ഞാൻ അംഗീകരിച്ചല്ലോ. ആ പറച്ചില് അംഗീകരിച്ചത് കൊണ്ടാണ് തുടർന്നൊരു ചോദ്യങ്ങളും പബ്ലിക്കിന് അത് എന്താ പറയുന്ന കൺവിൻസ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഖാദറിനെ വന്ന് ഈ ഒരു അഭിമുഖത്തിന് വന്നത്. കാരണം എന്താ വെച്ചാൽ പബ്ലിക്കിന് ഒരു തെറ്റിദ്ധാരണയുണ്ട്, മൊത്തം പണവും എൻ്റെ കയ്യിലാണ്, ഞാൻ അവരെ പറ്റിച്ചു, ഇതാണ്. അപ്പോൾ അതിനുള്ള എവിഡൻസ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഖാദറിന് മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത്. കാരണം പബ്ലിക്കിനെ ഞാൻ പറ്റിച്ചിട്ടില്ല, ഞാൻ എന്ന വ്യക്തി പറ്റിച്ചിട്ടില്ല. അത് ഒരു എന്താ പറയുന്ന ഖാദറിന്റെ മുഖാന്തരം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഖാദറിൻ്റെ അടുത്ത് വന്നത്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമേ ഉള്ളൂ. ജനങ്ങളുടെ ഫണ്ട് നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്, അത് കൊടുക്കാൻ നിങ്ങൾ സാവകാശം ചോദിക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ ഞാനിതിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു 1-2 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനൊരിക്കലും ചെയ്യില്ല. എന്നാലും ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഞാൻ എന്താ പറയുന്ന ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങൾക്ക് സമയം നൽകിയേക്കാം. പക്ഷെ എൻ്റെ അതേ ചിന്താഗതി ആയിരിക്കില്ല ഇൻവെസ്റ്റ് ചെയ്ത പല ആളുകൾക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഈ അഭ്യർത്ഥന അല്ലേ, ആ അഭ്യർത്ഥന ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. നിങ്ങൾക്ക് പുറത്തിറങ്ങി ഒന്ന് നടക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഖാദറിൻ്റെ അടുത്ത് ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഖാദർ പറയുന്ന കേൾക്കാന്നല്ലാതെ എനിക്ക് തിരിച്ചു പറയാനുള്ളൊരു എന്താ പറയുന്ന റൂൾസ് ഇല്ല. അപ്പോൾ ചിലവരെന്താ പറയുന്നത്, ചിലവർക്ക് പറയാനില്ല, ചിലവർക്ക് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ അവസാനം എൻ്റെ പാർട്ട്നേഴ്സിനെ എന്താ പറയുക നാട്ടിലിട്ട് തല്ലിയെന്നോ അതുപോലുള്ള ന്യൂസൊക്കെ ഞാൻ കേട്ടായിരുന്നു. കാരണം പബ്ലിക് സംസാരിക്കാൻ കൂട്ടാകുന്നില്ല. അവർ എന്താ പറയുന്നത്, എൻ്റെ പാർട്ട്നേഴ്സാണ് ഇതിനൊക്കെ കാരണം. കാരണം എന്ന് വെച്ചാൽ അവർ ഈ ഒരു കാര്യത്തിൽ നിന്ന് എസ്കേപ്പ് ആകാൻ വേണ്ടിയിട്ട്, അതായത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മൊത്തം എൻ്റെ തലയ്ക്ക് അടിച്ചേൽപ്പിച്ച് അവർ മുങ്ങി ഒളിച്ചോടി. ആ സമയത്ത് പബ്ലിക് എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ അപ്പുറം ഇപ്പുറം ഞാൻ പറയുന്നു അവരുടെ കയ്യിലാണ്, അവർ പറയുന്നു എൻ്റെ കയ്യിലാണ്. പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ വന്നത് എന്താണെന്ന് വെച്ചാൽ ഫണ്ട് നമ്മൾ മുക്കി ചീറ്റിങ് ചെയ്തു, പബ്ലിക്കിനെ നമ്മൾ ചീറ്റ് ചെയ്തു. ഇപ്പോൾ സ്വാഭാവികമായി ഖാദർ ആയാലും അങ്ങനെ വിചാരിക്കും, ഞാൻ പറയുന്നത് ഖാദറിൻ്റെ കയ്യിലാണ് പണം, ഖാദർ പറയുന്നത് എൻ്റെ കയ്യിലാണ്. കേക്ക് കണ്ടു നിൽക്കുന്നവരെ എന്താ വിചാരിക്കുക,
നമ്മൾ തമ്മിൽ എന്തോ ഒരു ഗെയിമാണ്. അല്ല, കൂടെയുള്ളവരെ കൃത്യമായി എനിക്ക് അവരോട് കാര്യങ്ങൾ അന്വേഷിക്കാതെ നിങ്ങൾ പറയുന്നതിൽ എനിക്ക് വിശ്വസിക്കാം എന്നുള്ളതല്ലാതെ അവരോട് ചോദിക്കാതെ എനിക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഫണ്ട് നൽകാൻ തയ്യാറായി എന്നുള്ള നിങ്ങളുടെ കോൺഫിഡൻറ്റിനെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നിങ്ങൾ നൽകാൻ നിങ്ങൾക്ക് ദൈവം അതിനുള്ള കരുത്ത് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. കാരണം ജനങ്ങളുടെ ഫണ്ടാണല്ലോ. പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.